ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു സൺഡേ റീസെറ്റ് വ്ളോഗാണ്. അപ്പം ഞാൻ രാവിലെ തന്നെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇംഗ്ലീഷ്. കാരണം എനിക്ക് മിഡ് ടേമിൻ്റെ എക്സാമിനേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പകുതിയായി, ഇനി 3 എക്സാമും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീ ആയി ഗൈസ്. ഞാനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിന്നെയാണ് ഞാൻ ഫസ്റ്റ് തന്നെ ടു ഡു ലിസ്റ്റൊക്കെ നോക്കണമായിരുന്നു, എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നൊക്കെ ഉള്ളത്. അങ്ങനെ കറക്റ്റ് ചെയ്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ 3 നോട്ട് പാഡ്സാണ് ഉള്ളത്. ഒരെണ്ണം ഈ ഒരു നോട്ട് പാഡും പിന്നെ ഈ ഒരു നോട്ട് പാഡും പിന്നെ തയ്ച്ചു. സോ ഇത് എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കി തന്നതാണ് 7th വെച്ചിട്ട്. പിന്നെ ഇത് ഞാൻ എൻ്റെ ഒരു തരത്തിൽ ഉണ്ടാക്കിയതാണ്. ഫസ്റ്റത്തെയാണ് ഞാൻ കൂടുതലും ഇപ്പോൾ ഉപയോഗിക്കുന്നത്, കാരണം അതാണ് പെട്ടെന്ന് എൻ്റെ കൈ കിട്ടുക. അപ്പോൾ ഞാനത് എഴുതി വെക്കും. പിന്നെ ഇനി അടുത്ത പരിപാടി ക്ലീനിങ് കബോർഡാണ്, ഡ്രസ് സെക്ഷൻ. എൻ്റെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അത്രയും മെസ്സാണ്. അപ്പോൾ നമുക്കിനി ഒതുക്കാം ഗൈസ്. കുറേ ഡ്രസ്സുണ്ട്, കാരണം പുതിയ ഡ്രസ്സ് എടുക്കലും പിന്നെ അതിങ്ങനെ എടുത്ത് വെക്കലും, പിന്നെ ആണെങ്കിൽ തുണി ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നേരെ മടക്കി അങ്ങോട്ട് എറിയലായിരിക്കും. ചിലപ്പോൾ ഞാനാണ് മടക്കി വെക്കണമെങ്കിൽ ഞാൻ അങ്ങോട്ട് തട്ടിക്കൂട്ടി അങ്ങോട്ട് ചുരുട്ടിക്കൂട്ടി വെക്കും. എനിക്ക് കൂടുതലും കുർത്തീസാണ് ഇടാനിഷ്ടം. പക്ഷേ എൻ്റെ കയ്യിൽ കൂടുതലും ഉള്ളത് ഇങ്ങനെ ടീഷർട്ട്, ജീൻസ്, ഷർട്ട് അതൊക്കെ ആയിരിക്കും എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ എനിക്ക് കൂടുതലും എത്തനിക്ക് വെയറായിട്ട് നടക്കാനുണ്ട് എനിക്കിഷ്ടം. എനിക്ക് അതിട്ടാലാണ് കൂടുതലും ഇണങ്ങുക. എനിക്ക് എത്തനിക്ക്, അതുകൊണ്ടാണ് ഇത് കണ്ടത്. ഇതൊക്കെ എത്തനിക്ക് വെയറായിട്ടാണ് കൂടുതലുള്ളത്. പിന്നെയാണെങ്കിൽ ഞാൻ ചെയറൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കണമായിരുന്നു, അല്ലെങ്കിൽ അത് അവിടെ തന്നെ ഞാൻ എടുത്തിടും. അപ്പോൾ പിന്നെയാണെങ്കിൽ ഞാൻ പായൊക്കെ മടക്കി വെക്കണമായിരുന്നു, കാരണം ഞാൻ പായ താഴത്ത് വിരിച്ചിട്ടാണ് ഞാൻ തുണിയൊക്കെ താഴ്ത്തിടുക. കാരണം എനിക്ക് വൈറ്റ് ഡ്രസ്സാണല്ലോ കുറച്ച് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ താഴത്ത് വീണിട്ട് വൈറ്റ് ഡ്രസ്സ് ബ്ലാക്ക് ഡ്രസ്സ് ആക്കണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ താഴ്ത്തിട്ടിട്ടാണ് ഞാൻ എപ്പോഴും തുണി മടക്കി വെക്കാറുള്ളത്. പിന്നെ കഴിഞ്ഞിട്ടാണെങ്കിൽ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു, ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും. അത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു മൂടിക്കെട്ടി ഇങ്ങനെ നിൽക്കണമായിരുന്നു. പിന്നെയാണെങ്കിൽ ഇത് ഇങ്ങനെ മൂടിക്കെട്ടി ഇങ്ങനെ നിൽക്കും. ഒരു മഴയൊക്കെ പെയ്യുമ്പോൾ എനിക്കൊരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ TV ഒക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ TV ഓണാക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ ഭയങ്കര എക്സാമൊക്കെ ചെയ്തുകൊണ്ട് പഠിക്കലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനും അമ്മയും കൂടിയിട്ടിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി കുറച്ച് നേരം TV കണ്ടിരിക്കും. പിന്നെയാണെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ക്യാരറ്റ് കഴിക്കുന്നുണ്ട് ഗൈസ്. കാരണം അടുത്തുനിന്ന് അമ്മ ക്യാരറ്റും ബീൻസും കൂടി കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്യാരറ്റ് അടിച്ച് മാറ്റി. പിന്നെ ഈ ജിലേബിയും കഴിച്ച്, പിന്നെ 100% ലവ് എന്ന് പറഞ്ഞ ഒരു പടം അങ്ങനെ ഇരുന്നിച്ചു. പിന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ചോറും മീൻ കറിയും ബീൻസും ക്യാരറ്റും വളർത്തിയത്. പിന്നെ എന്നിട്ടാണെങ്കിൽ ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കൊരു കുളിയും പാസ്സാക്കി. ഈ ഒരു മഴയത്തൊക്കെ ഇങ്ങനെ കുളിക്കുമ്പോൾ ഭയങ്കര തണുപ്പായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉറങ്ങാനുള്ളൊരു ഇതായിരിക്കും കുളിച്ച് കഴിയുമ്പോഴത്തേക്കും. പക്ഷെ ഇന്ന് വീഡിയോ എടുക്കണം, അതുകൊണ്ട് ഉറങ്ങാൻ പറ്റത്തില്ല. ഇങ്ങനെ ഉറങ്ങിയാൽ തന്നെ ഫുള്ള് ഇത് വൈകുന്നേരം സ്കിപ്പായിട്ട് ഞാൻ രാത്രി ഇരിക്കുമ്പോൾ എണീക്കുന്നത്. ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞാലും ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എണീക്കും. ഉറങ്ങിയാലും ഞാൻ ആ ഒരു സമയത്തൊക്കെ എണീക്കുള്ളൂ. ഇപ്പോൾ ഒരു 3 മണിക്കാലും 2 മണിക്കാലും ഉറങ്ങിയാലും സമയത്തൊക്കെ ആയിരിക്കും ഉറങ്ങണത്. സോ എന്തായാലും സ്കിൻ കെയറൊക്കെ കുളിച്ചിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ആണെങ്കിൽ സൺഡേ റീസെറ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ സ്കിപ്പായിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട്. കാരണം ഈ എക്സാമൊക്കെ ഇതുകൊണ്ട് തന്നെ ട്യൂഷന് പോകലും, ട്യൂഷൻ കഴിഞ്ഞൊന്നില്ല അവിടുത്തെ പഠിപ്പും ഇവിടുത്തെ പഠിപ്പും എക്സാമിൻ്റെ പ്രിപ്പറേഷൻസും പിന്നെ അതുകൊണ്ട് നേരെ കിടന്നുറങ്ങും. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ സ്കിൻ കെയറിൻ്റെ കാര്യം തന്നെ മറന്നു പോകും. പിന്നെ സ്കൂളിൽ പോണ സമയത്ത് ചെയ്ത് ലിപ് ബാം കറക്റ്റ് സമയത്ത് തേക്കുന്നുണ്ട്. അലോവേറ ജെല്ലൊക്കെ പ്രത്യേകിച്ചും സ്കിപ്പാകാറുണ്ട്. അപ്പോൾ എന്തായാലും സ്കിൻ കെയർ സെറ്റായിട്ടുണ്ട്. എനിക്ക് പിന്നെ എന്തൊരു കുറവ് പോലെ തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു അയ്യോ പൊട്ട് തൊട്ടിട്ടില്ലെന്ന്. പൊട്ട് തൊട്ടില്ലെങ്കിൽ എൻ്റെ മുഖത്ത് എന്തോ പോയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പൊട്ടും തൊട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ പിന്നെയാണ് വിചാരിച്ചത് ജേണൽ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളത്. കാരണം മാസങ്ങളായി ചെയ്തിട്ട് ഡയറി എപ്പോൾ കണ്ടാലും ഇങ്ങനെ വിചാരിക്കും, നാളെ ചെയ്താലോ ഇപ്പോൾ ചെയ്താലോ അങ്ങനെ വിചാരിക്കുമെങ്കിലും എക്സാം ആയതുകൊണ്ട് പിന്നെ വിചാരിക്കും
അത് കഴിഞ്ഞിട്ട് ജേണൽ ചെയ്യാമെന്ന് വിചാരിക്കുക. പക്ഷെ പഠിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു നേരം ആകും, പിന്നെ ചെയ്യാനും തോന്നൂല. അങ്ങനെയാണ്. പിന്നെ മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഒരു സൺഡേക്കല്ലേ, പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല, പഠിച്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലത്തോടെ എല്ലാം പഠിച്ചു കഴിഞ്ഞു. സൺഡേ ഒരു ഫ്രീ ആയിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ എല്ലാം പഠിച്ചൊക്കെ തീർത്തു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ജേണൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ എൻ്റെ ജേണൽ ഡയറി എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നും ഇല്ല എന്ത് ചെയ്യുമെന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഗൈസ്, എന്ത് ചെയ്യും എന്നുള്ളത്. ഞാൻ നേരത്തെ ലാസ്റ്റായിട്ട് ചെയ്തത് ഈ ഒരു ജേണലാണ്. ഇത് ഇനി നെക്സ്റ്റ് ന്യൂ ഇയറിന് എനിക്ക് ഉള്ള ലെറ്ററാണ് ഈ 2 പേപ്പേഴ്സിലും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ നമുക്കെല്ലാം ബോറടിച്ച് അങ്ങനെ വല്ലതൊക്കെ ഇരിക്കണമായിരിക്കും. പ്രത്യേകിച്ചും ഹിന്ദുക്കൾക്ക് ക്രിസ്മസിന് എന്ത് ചെയ്യാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളതിൻ്റെ ഒരു ഡയറിനകത്ത് ഇങ്ങനെ വല്ല റൈറ്റ് ചെയ്തിട്ട് പിന്നെ ക്രിസ്മസിൻ്റെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ പേപ്പറൊക്കെ എടുത്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് എന്താണ് ആ ഒരു കഴിഞ്ഞ ഇയറിന് ഹാപ്പൻ ചെയ്തത് അതൊക്കെ എഴുതി വെച്ചിട്ട് അങ്ങനെ നെക്സ്റ്റ് ഇയർ വരെ നിങ്ങളത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ആ സമയമാകുമ്പോൾ വായിക്കുക. അപ്പോൾ ആ ഒരു സമയത്തുള്ളൊരു ഫീലാണ് നല്ലത്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഐഡിയ കിട്ടി. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാമെന്ന്. സോ ഇങ്ങനെ ഒരു സൺഡേ പ്ലാനിങ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇത് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഒരു ജേണൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എങ്ങനെയൊക്കെ ഡിലേറ്റായി പോയി. അപ്പോൾ അതിനി തപ്പിയിട്ട് കണ്ടില്ല ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നിപ്പോൾ ഒരു തട്ടിക്കൂട്ടി ചെയ്യാമെന്ന്. ഞാൻ സൺഡേ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹെഡിങ് കൊടുത്തു. പിന്നെ ആണെങ്കിൽ ഇത് എൻ്റെ ന്യൂ ഹൈലൈറ്ററാണ്. ഇത് ഞാനെന്തോ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ്. ഈ മറ്റേ ഫ്ലവർ ക്ലോ ക്ലിപ്പില്ലേ 2 അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ഹൈലൈറ്റർ വാങ്ങിച്ചതാണ്. പിന്നെ ഐഡിയ സത്യം പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ തോന്നിയ ഒരു പ്ലാനിങ് ഒന്നും അല്ലെങ്കിലും ജസ്റ്റ് ഒരു തട്ടിക്കൂട്ടായിട്ടുള്ളൊരു ഒരു ജേണലാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കുറവുകളൊക്കെ ഉണ്ടാകും ഗൈസ്. നിങ്ങളങ്ങോട്ട് സഹിച്ച് കേൾക്കാം. സോ ഇതും നേരത്തെ പോലെ തന്നെയായിട്ട്. ഇത് ജസ്റ്റ് ഒരു ചേഞ്ച് ഉണ്ട്. അത് ക്രിസ്മസിന് വായിക്കാനും ഇത് എനിക്ക് നെക്സ്റ്റ് വീക്കിലത്തെ സൺഡേയിൽ വായിക്കാനുള്ളതുമാണ്. പിന്നെ ഈ മാർക്കറും കൊണ്ട് ഇത് കിടന്ന് കാണിക്കുന്നുണ്ട് ഗൈസ്. ഇതാണിപ്പോൾ എൻ്റെ മെയിൻ ഡിസൈൻ വന്നിട്ട്. ഇത് ഞാൻ അറിയാണ്ട് ഏതോ ഒരു ജേണൽ ഞാൻ ചെയ്തു പോയി. അതെൻ്റെ കയ്യപ്പോൾ പോയി ഗൈസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ജേണൽ അല്ലെങ്കിൽ എന്ത് ഡ്രോയിങ് ഉണ്ടെങ്കിലും ഇതുണ്ടാകും അവിടെ. അപ്പോൾ അതെന്തായാലും ഒരു എസ്തറ്റിക്കായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാനത് ഫോളോ അപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെയാണെങ്കിൽ ഒരു പേപ്പർ എടുക്കുന്നുണ്ട്, കാരണം ലെറ്ററൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പേപ്പർ എടുക്കുന്നുണ്ട്. പിന്നെയാണെങ്കിൽ എക്സാമൊക്കെ കഴിഞ്ഞാൽ ഫുൾ യൂത്ത് ഫെസ്റ്റിവലും അങ്ങനെ പരിപാടികളൊക്കെയാണ്. ഞാൻ യൂത്ത് ഫെസ്റ്റിവലിനുണ്ട്, ഞാൻ പാട്രിയോട്ടിക് സോങ്ങിനുണ്ട്, പിന്നെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഒരു കോമ്പറ്റീഷനും ഉണ്ട്, അതിനും ഉണ്ട്. ഞാൻ ക്യാരി ബാഗ് മേക്കിങ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നതെങ്കിലും പേപ്പറും കോട്ടനും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, ക്ലോത്ത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടൊന്നുമില്ല. പേപ്പർ ഉണ്ടാക്കാൻ എനിക്ക് അത്യാവശ്യം അറിയാം, പക്ഷെ കോട്ടനും കൊണ്ട് തുന്നിയൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മേനോട് പഠിപ്പിച്ചു തരാൻ പറഞ്ഞുകൊണ്ട് അമ്മ ഏറ്റിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് ഇനിയായിരിക്കും 23-ാം തീയതിയാണ് പരിപാടി വന്നിട്ട്. അപ്പോൾ ആ സമയമൊക്കെ ആകുമ്പോൾ ഏകദേശം പഠിച്ചു കഴിയുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിനകത്ത് ലെറ്റർ എഴുതാൻ തുടങ്ങി. അതിനകത്ത് എഴുതുന്നത് സെയിം തിങ്. ആ ഒരു സൺഡേ ഉള്ള ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ് അതിനകത്തും എഴുതി വയ്ക്കുന്നത്. സോ ഇനി അത് ഒട്ടിച്ചിട്ട് പിന്നെ ഞാൻ കുറേ വീഡിയോസ് കാണുന്നൊരിതാണ് ഈ ലെറ്ററൊക്കെ വെച്ചിട്ട് ആ ഒരു പൊക്കത്തെ ഒരു സാധനം ഒട്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് മറ്റേ നെയിം സ്ലിപ്പിനകത്ത് ആ ഒരു ബാലൻസ് ആയിട്ട് വന്ന ഇതില്ലേ, ആ ഒരു ക്യാരക്ടേഴ്സും ഡിസൈൻസൊക്കെ ഞാൻ ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് അതിങ്ങനെ ഒട്ടിക്കും. നല്ല ഭംഗിയായിട്ടൊക്കെ ഒട്ടിക്കും. നമ്മളെ കൊണ്ട് അതൊക്കെയല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനത് എന്തായാലും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. യൂണിക്കോണിൻ്റെ ഇതാണ്. അപ്പോൾ ബാലൻസ് വന്നൊരു 2-3 ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ നേരത്തെ ആ ഒരു ക്രിസ്മസ് ജേണലും ചെയ്തേക്കുന്നത്. അതിനകത്തും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് ഞാൻ പുറത്ത് എഴുതി വെച്ചു, റീഡ് ഓൺലി അറ്റ് നെക്സ്റ്റ് സൺഡേ. അപ്പോൾ എനിക്കിങ്ങനെ ഒരു സ്വഭാവമുണ്ട്, വെറുതെ ബോറടിച്ചൊക്കെ ഇരിക്കുമ്പോൾ അതിങ്ങനെ എടുത്ത് വായിക്കും. ഭാഗ്യത്തിന് ക്രിസ്മസിൻ്റെ ജേണൽ ഇതുവരെ വായിച്ചിട്ടില്ല. അതെന്തോ ഒരു
ഇതുണ്ട്. കാരണം ഞാൻ ആ ഒരു ഡയറി എവിടെയെങ്കിലുമൊക്കെ കൊണ്ടു വെക്കും. എന്നിട്ട് ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ എടുത്ത് വെക്കും. ഒതുക്കി കഴിയുമ്പോൾ ആ ഡയറിയൊക്കെ എടുത്ത് ഞാൻ താഴ്ത്ത് വെക്കും. അതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ അപ്പുറത്തന്നെ 9th ക്ലാസ് മിഡ് ടേം എക്സാമിനേഷൻ മാർക്ക് എന്ന് പറഞ്ഞാൽ എഴുതുന്നുണ്ട്. കാരണം എനിക്ക് 9th ക്ലാസ്സിൽ വന്നപ്പോൾ എങ്ങനെയുണ്ട്, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ, പിന്നെ എന്താണ് മാർക്കൊക്കെ എങ്ങനെയുണ്ട്, സ്റ്റാർട്ടിങ് മാർക്ക് എങ്ങനെയുണ്ട്, അപ്പോൾ ഇനിയും ഇമ്പ്രൂവ്മെൻറ്റ് വേണോ എന്നൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ചെയ്യാണ്. അപ്പോൾ അടുത്ത സൺഡേ ഒക്കെ ആകുമ്പോൾ എന്തായാലും എൻ്റെ ഈ മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് വായിക്കാൻ വേണ്ടിയുള്ള ലെറ്ററാണ് ഞാൻ അതിനകത്ത് എഴുതിയേക്കുന്നത്. അങ്ങനെ 9 സബ്ജക്റ്റാണ് ഇപ്പോൾ എക്സാമിനുള്ളത്. ജോഗ്രഫി, ഹിസ്റ്ററി മിക്സ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് 20ലാണ് മാർക്ക് വരുന്നത്. 10 ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ജേണൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. സോ ഇനി നമുക്കത് അങ്ങോട്ട് അടച്ചു വെക്കാം. അപ്പോൾ ഇന്നത്തെ ആ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മടിച്ചിരുന്ന വെച്ച കാര്യം അങ്ങനെ ഡണ്ണാക്കി ഗൈസ്. അപ്പം ഇനി പ്രതീക്ഷിച്ചതൊന്നും ഇല്ല. ഉറങ്ങാനുള്ളൊരു പരിപാടിയിലേക്കാണ് ഗൈസ്. ഉറങ്ങണമെന്നുമുണ്ട്, ഉറങ്ങണ്ടെന്നുമുണ്ട്. പക്ഷേ 2:30 ആയിട്ടുള്ളൂ. ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടെടുക്കൽ അവിടെ അങ്ങോട്ട് നിൽക്കും. അതുകൊണ്ട് ഉറങ്ങട്ടെന്ന് വിചാരിച്ചു. പിന്നെയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ഇതൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കണമായിരുന്നു. പിന്നെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങളുടെ റൂമിൽ ഇങ്ങനെ ഈ ഒരു ഇത് വന്നിട്ട് ഭയങ്കര നല്ല രസമാണ് കേട്ടോ. പ്രത്യേകിച്ചും പുറകിൽ, ഞങ്ങളുടെ വീടിന് പുറകിൽ ഇങ്ങനെ മരങ്ങളാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് മഴയൊക്കെ കഴിയുമ്പോൾ നല്ല രസമാണ്. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ അമ്മ സേമിയ പായസമൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പോൾ ഹാപ്പി ആയി. സോ ഇത്രയുള്ള ഗൈസ്, ഒരു ചെറിയ വീഡിയോ ആണ്. സോ ടാറ്റ ബൈ ബൈ, സീ യു.